വൈകിച്ചില്ല. രാവിലെ തന്നെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് ഇറങ്ങി. തലേന്ന് തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും സമ്മതം വാങ്ങി വച്ചിരുന്നു. അച്ഛൻ്റെ സഹോദരിയുടെ വീടാണ് സുധേച്ചിയുടെ. അപ്പച്ചിയുടെ ഭർത്താവ് ശശിമാമൻ ദർശന ചേച്ചിയുടെ ചെറുതിലേ മരിച്ചുപോയി. ഇപ്പോൾ അവിടെ അപ്പച്ചിയും ദർശന ചേച്ചിയും ദിൽരാജ് ചേട്ടനും മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഗൾഫിലാണ്. എൻ്റെ ഏട്ടൻ ചന്തുവിൻ്റെ കൂടെ. അപ്പച്ചിയുടെ വീടിൻ്റെ വലതുവശത്ത് കാണുന്ന വീടാണ് മഹേഷേട്ടൻ്റേത്. ഒരു മതിൽ വ്യത്യാസം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ കാണാം. അകത്തേക്ക് കയറുന്നതിന് മുന്നേ ഒന്ന് തലയെത്തി നോക്കി. പക്ഷെ ആ പരിസരത്തെങ്ങും ആരെയും കണ്ടില്ല. പിന്നെ നോക്കാമെന്ന് ഉറപ്പിച്ച് അകത്തേക്ക് ചെന്നു. അപ്പച്ചി അടുക്കളയിലായിരുന്നു. ദർശന ചേച്ചി ടിവിയുടെ മുമ്പിലും. ചേച്ചിയുടെ കൂടെ കുറച്ചു നേരം കാര്യം പറഞ്ഞിരുന്നു. ഉള്ളിൽ അപ്പോഴും എങ്ങനെയെങ്കിലും നമ്പർ വാങ്ങിച്ചെടുക്കണമെന്ന ചിന്തയായിരുന്നു. നീ ഇവിടെ ഇരുന്ന് ടി വി കാണും. കുറച്ച് തുണി നനച്ചിടാനുണ്ട്. ഞാൻ അതൊന്ന് ചെയ്തിട്ട് വരാം. റിമോട്ട് എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് ചേച്ചി എഴുന്നേറ്റു. ചാനൽ മാറ്റി മാറ്റി ഒടുവിൽ വന്നു നിന്നത് ഏഷ്യാനെറ്റ് മൂവീസിലെ അർജുൻ റെഡ്ഡിയിൽ. അതും മറ്റേ പാട്ടുരംഗത്തിൽ. ഉള്ളിൽ കൂടി ഒരു വിറയലങ്ങ് പോയി. പെട്ടെന്ന് ചാനൽ മാറ്റി. ചേച്ചിയോ അപ്പച്ചിയോ കയറി വന്നാലോ? അത് തന്നെ. റിമോട്ട് മാറ്റി വെച്ച് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ഞാൻ പതിയെ ഒരു പാട്ടൊക്കെ മൂളി പുറത്തേക്കിറങ്ങി. സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കി. കാണുന്നില്ല. ഇനി അവിടെ ഉണ്ടാകില്ലേ? പതിയെ മതിലിനടുത്തേക്ക് പോയി ഒന്ന് തലയിട്ട് നോക്കി. ചുറ്റും കണ്ണോടിച്ചു. ഇല്ല, എങ്ങുമില്ല. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കാണുന്നില്ല. നിരാശയോടെ തല താഴ്ത്തി തിരിഞ്ഞതും മുന്നിൽ കൈ കെട്ടി ദർശു ചേച്ചി. പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു. മാറിൽ കൈകൾ പിണച്ചു കെട്ടി സൂക്ഷിച്ച് നോക്കുവാണ്. എന്താ നിൻ്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ചേച്ചി ഒന്ന് മറിക്കേ. ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിച്ചപ്പോഴേക്കും കയ്യിൽ പിടി വീണിരുന്നു. പിന്നെ നീ എന്താ അവിടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിന്നേ? അതിനുവേണ്ടി എന്താ അവിടെ കാണാൻ? ചേച്ചി വിടുന്ന ലക്ഷണമില്ല. പിടിക്കപ്പെട്ടു. ഞാനെന്ത്? അത് അവിടെ ഒരു പൂച്ച. വിക്കിയുള്ള എൻ്റെ മറുപടി കേട്ടിട്ടാണോ എന്തോ ചേച്ചിയുടെ പുരുകം ചുളഞ്ഞു. നിൻ്റെ ഈ പ്രായം കഴിഞ്ഞിട്ട് തന്നെയാ ഞാനും. അതുകൊണ്ട് കൂടുതൽ നമ്പറൊന്നും ഇറക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ നമ്മൾ കുറേ കണ്ടതാ. പൊന്നുമോള് കാര്യം പറയാൻ നോക്ക്. ശുഭം. ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. കൃഷ്ണ, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. കൂലി വാങ്ങിച്ചിട്ട് പണിയെടുക്കില്ലല്ലേ? ചേച്ചിയോട് സത്യം പറയണോ? മഹേഷേട്ടൻ്റെ കാര്യം അറിഞ്ഞാൽ എങ്ങനെയാകും പ്രതികരിക്കുക? വീട്ടിൽ പറഞ്ഞാലോ? അങ്ങനെ ഓരോരോ ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ മനസ്സിൽ അലട്ടി തുടങ്ങി. ദർശന ചേച്ചിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ആകെ ഒരു ധൈര്യം. ചേച്ചി പണിത അതിൻ്റെ ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കും. വൃന്ദാവനത്തിലെ ശാന്തിയായിട്ട് ചേച്ചി പ്രേമമാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ലെന്നാ വിചാരം. പറയുന്നുണ്ടോ നീ? ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, അവിടെ ഒരു പൂച്ചക്കുട്ടി. ഞാനതിനെ കണ്ടാ നോക്കി. അവിടെ ഒരു പൂച്ചയുമില്ല. ഇവിടെ എപ്പോൾ വന്നാലും നിനക്ക് ഈ പൂച്ചയെ നോട്ടം കൂടുതലാണല്ലോ. ആരാടി? മഹേഷേട്ടനാണോ പൂച്ച? എൻ്റെ മുഖത്തെ ഞെട്ടലിൽ നിന്നും തന്നെ ചേച്ചി ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. വരണ്ടിരുന്നില്ല ഇങ്ങോട്ട്. അപ്പം ഞാൻ ഊഹിച്ചത് ശരിയായിരുന്നല്ലേ? ഇനി സത്യം പറയാതെ നിന്നെ ഞാൻ വിടില്ല മോളെ. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ അങ്കിളിനെ ആൻറ്റിയും വിളിക്കും. ദർശു ചേച്ചി ചട്ടം പിടിച്ചു. ഇനി വേറെ വഴിയില്ല. പറയാൻ തന്നെ തീരുമാനിച്ചു. അയ്യോ ചേച്ചി, ചതിക്കല്ലേ. സത്യം ഞാൻ പറയാം. പക്ഷെ അതിനു മുന്നേ ചേച്ചി എനിക്കൊരു വാക്ക് തരണം. ഇതാരോടും പറയില്ല എന്ന്. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ കാര്യം പറയും. എങ്ങാനും ചേച്ചി വേറെ ആരോടെങ്കിലും ഇത് പറഞ്ഞാൽ ചേച്ചിയും അഖിൽ പോറ്റിയും തമ്മിൽ പ്രേമത്തിലാണെന്ന കാര്യം ഞാനും പറയും. അതേറ്റു. കുറച്ചു നേരം മിണ്ടാട്ടം മുട്ടി. പിന്നെ കനപ്പിച്ചൊന്ന് മൂളി. അതൊന്നും മതിയായിരുന്നു എൻ്റെ സമാധാനത്തിന്. ഞാൻ അപ്പോഴേക്കും മഹേഷേട്ടനെ ആദ്യമായി കണ്ട ആ ദിവസത്തേക്കൊരു യാത്ര പോയിരുന്നു. സൺ മ്യൂസിക്കിലെ സൂപ്പർ ഹിറ്റ് തമിഴ് പാട്ടുകൾ കേട്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. വീട്ടിലാരുമില്ല. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. അച്ഛൻ ബാങ്കിൽ പോകണ്ടായിരുന്നു. എനിക്ക് സ്കൂളിലും. പക്ഷെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അച്ഛനൊരു ഫ്രണ്ടിനെ കാണാനും പോയി. ബോറടിച്ച് ടി വി കണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു ഓട്ടോ വന്നു നിന്നതും ഗേറ്റിൽ കൊട്ടി ആരോ വിളിക്കുന്നതും. പെട്ടെന്ന് ടി വി ഓഫ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പം അച്ഛനെയും താങ്ങിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കാക്കി ഉടുപ്പിട്ട ചേട്ടൻ. ആദ്യ മാത്രയിൽ തന്നെ ഒരാകർഷണം തോന്നിപ്പോയി. ഒരു സ്പാർക്ക് തോന്നില്ലേ? അത് തന്നെ. അന്നേരം അതേക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. പുറത്തേക്ക് ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. എന്താ പറ്റിയേ? അടുത്തേക്ക് നിന്നുകൊണ്ട് അച്ഛനെ താങ്ങിപ്പിടിക്കുന്നതിനൊപ്പം ഞാൻ ചോദിച്ചു. അച്ഛന് ബോധമുണ്ട്, എങ്കിലും ആവശ്യതയും. സംസാരിക്കുന്നില്ല. ദേഹമൊക്കെ വിയർത്തിരിക്കുന്നു. പേടിക്കാനൊന്നുമില്ല. BP ലോ ആയതാണ്. ഉത്തരം തന്നത് ആ ചേട്ടനാണ്. ഞാൻ ആ മുഖത്തേക്ക് തന്നെ നോക്കി.
എൻ്റെ മുഖത്തെ പേടി കണ്ടിട്ടാകും ആശ്വസിപ്പിക്കും പോലെ ഇരു കണ്ണുകളും ചേർത്തടച്ചൊന്ന് പുഞ്ചിരിച്ചു. എൻ്റെ നെഞ്ചിൽ തന്നെ അത് കൊണ്ടു. എന്തോ ഒരു സുഖം തോന്നിപ്പോയി. ഞാൻ ഉത്തരമൊന്നും കൊടുത്തില്ല. എവിടെയാ കിടത്തേണ്ടത്? അകത്ത്. ചോദിച്ചതിന് മാത്രം ഉത്തരം കൊടുത്തു. ഞങ്ങൾ ഒന്നിച്ച് അച്ഛനെ മുറിയിൽ കൊണ്ട് കിടത്തി. പേടിക്കണ്ട സാർ, ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം മാറും. പിന്നെ മരുന്നും കഴിക്കുക കേട്ടോ. നന്ദിയുണ്ട് കുട്ടിയെ. അച്ഛനോട് പറഞ്ഞിട്ട് അയാൾ മുറി വിട്ടിറങ്ങി. പുറകെ ഞാനും. എന്ത് പറ്റിയതാ? ഞാൻ പറഞ്ഞല്ലോ കുട്ടി, BP ലോ ആയതാണ്. കവലയിൽ വെച്ചിട്ട് ഒന്ന് തല ചുറ്റി വീണു. അപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞത്. മരുന്ന് തന്നിട്ടുണ്ട്. അച്ഛൻ്റെ കയ്യിൽ കാണും. കൃത്യസമയത്ത് എടുത്തു കൊടുക്കുക കേട്ടോ. പുറത്തിറങ്ങി ചെരുപ്പിടും വഴിയാണ് ഇത്രയും പറഞ്ഞത്. ഞാൻ ആ മുഖത്ത് നോക്കി നിറഞ്ഞു ചിരിച്ചു. തിരികെയും കിട്ടി. ഒത്തിരി നന്ദി. എൻ്റെ ശബ്ദം കേട്ടുടനെ ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ ആയിക്കോട്ടെ എന്ന പോലെ തല കുലുക്കി അകന്നു. കൺമുന്നിൽ നിന്ന് അകന്നിട്ടും ആ മുഖം വീണ്ടും വീണ്ടും കാണാൻ തോന്നി. ആ ശബ്ദമൊന്ന് കേൾക്കാൻ തോന്നി. ഒന്ന് മിണ്ടാൻ തോന്നി. ഇതുവരെയും ആരോടും തോന്നിയിട്ടില്ലാത്ത എന്തോ ഒന്ന് അദ്ദേഹത്തോട് തോന്നുന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ അച്ഛൻ ഓക്കെ ആയിരുന്നു. അമ്മ വന്നപ്പോഴേക്കും മരുന്ന് കഴിച്ചിട്ട് ഞാനും അച്ഛനും കൂടി സിറ്റൗട്ടിൽ ചെന്നിരുന്നു. എന്നു നടന്ന കാര്യമൊക്കെ അമ്മയോട് പറയുന്ന തിരക്കിലാണ് അച്ഛൻ. കൂട്ടത്തിൽ ആ ഓട്ടോക്കാരൻ പയ്യൻ്റെ കാര്യവും. ഇവിടെ കൊണ്ട് വന്നാക്കിയതും സഹായിച്ചതുമൊക്കെ അച്ഛൻ പറയുന്നു. എൻ്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഒരു കുളിര് കോരി തുടങ്ങി. ആ ചേട്ടൻ്റെ കാര്യം തന്നെ കേൾക്കാൻ തോന്നി. പക്ഷേ പിന്നീട് അച്ഛൻ അതേക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. ഞാനും കണ്ടില്ല ആ മുഖം പിന്നീട്. പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന ഓട്ടോയ്ക്കുള്ളിൽ വരെ തലയിട്ട് നോക്കും. ഒരിക്കൽ കൂടി ആ മുഖം കാണാൻ. അതങ്ങനെയാണ്. ഹൃദയത്തിൽ അത്രയും പതിഞ്ഞൊന്നിനെ തേടിക്കൊണ്ടിരിക്കാൻ ആവേശം കൂടും. കണ്ടു കിട്ടുന്നത് വരെ ഒരു പിടച്ചിലായിരിക്കും. ദിവസങ്ങൾ കഴിഞ്ഞു. സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് വിളിച്ചു. എല്ലാ രക്ഷിതാക്കളും പങ്കെടുക്കണം. അച്ഛനാണ് വന്നത്. മീറ്റിംഗ് കഴിഞ്ഞ് ഞാനും അച്ഛൻ്റെ കൂടെ ഇറങ്ങി. കാലക്കേടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നാശം പിടിക്കാൻ കയറിയ ബസ് പകുതിക്ക് വെച്ച് പണി തന്നു. നന്നാക്കുന്നത് വരെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനും അച്ഛനും നടന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അച്ഛൻ്റെ ബാങ്ക് എത്തി. വീട്ടിലേക്ക് പിന്നെയും പോകണം. തീ കഴിക്കുമ്പോഴുള്ള ചൂടാണ് വെയിലിന്. അതുകൊണ്ട് അങ്ങ് വരെ നടക്കുമ്പോഴേക്കും തളർന്നു വീഴും. അച്ഛനൊരു ഓട്ടോ പിടിച്ചു തരാം, മോൾ അതിന് വീട്ടിൽ പൊക്കോ. വലിയ സന്തോഷമില്ലാതെ ഞാനൊന്ന് മൂളി കൊടുത്തുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് ഒരു ഓട്ടോ സ്റ്റാൻഡിനടുത്തേക്ക് പോയി. ആദ്യം കിടക്കുന്ന ഓട്ടോയുടെ മുന്നിൽ തന്നെ ചെന്നു നിന്നു. പാറയ്ക്കൽ പോകണം. കൈമടക്കി തല ചായ്ച്ച് കിടക്കുന്ന ഡ്രൈവറോട് അച്ഛൻ തന്നെ പറഞ്ഞു. ശബ്ദം കേട്ടുടനെ അയാൾ മുഖമുയർത്തി. കണ്ടുകിട്ടി. തേടിയ വള്ളി കാലി ചുറ്റി. ദിവസങ്ങളോളം ഞാൻ നെഞ്ചിലിട്ട് താലോലിച്ച ആ മുഖം എൻ്റെ തൊട്ട് മുമ്പിൽ. ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. കണ്ണുകൾ വിടർന്നു. കൈവെള്ള വിയർത്തു. ആ സാറോ? അച്ഛൻ്റെ മുഖം കണ്ടയുടനെ ഒരു ചിരിയോടെ അയാൾ ചോദിച്ചു. ആ, താൻ ഈ സ്റ്റാൻഡിലായിരുന്നോ? അതെ സാറേ. അല്ല, ഇപ്പോൾ കുറവുണ്ടോ? പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? കരുതലോടെ ചോദിക്കുന്നു. ആ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഇല്ലടോ, ഇപ്പോൾ ഓക്കെയാണ്. അല്ല, ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? അതുകൊണ്ടാണോ ഈ സ്റ്റാൻഡിൽ? അതെ സാറേ, ഇവിടെ ചെമ്പൂരടുത്താ. ഓ ആണോ? എന്നാ കയറി സാറേ, വീട്ടിലേക്കല്ലേ? ഞാനില്ലടോ, മോളെ ഒന്ന് ആക്കിയാൽ മതി. അപ്പോഴാണ് എൻ്റെ മുഖത്തേക്കൊന്ന് ആ കണ്ണ് പതിഞ്ഞത്. അന്ന് തന്നതുപോലെ ഒരു ചിരി കെട്ടി. തിരികെ ഞാനും കൊടുത്തു. എന്നോട് യാത്ര പറഞ്ഞ് അച്ഛൻ തിരിഞ്ഞു നടന്നു. ഞാൻ ഓട്ടോയിൽ കയറിയിരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങി. പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കുമ്പോഴും ഞാൻ ഇടയ്ക്കിടെ മിററിൽ കൂടി അയാളെ നോക്കിയിരുന്നു. പക്ഷേ തിരിച്ചൊന്നും ഉണ്ടായില്ല. പള്ളിപ്പെരുന്നാളിന് കണ്ട പരിചയം പോലുമില്ല. വീട്ടിലേക്കാക്കി തന്നു. ഞാൻ ഗേറ്റിൽ തൂങ്ങി നിന്നു. വണ്ടി വളച്ചെടുക്കുന്നതിന് മുന്നേ ഒരു ചിരി തന്നു. അതൊന്നും മതിയായിരുന്നു എനിക്കും. പിന്നീട് എന്നും സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നോക്കും. പലപ്പോഴും പാഴായി പോയിട്ടുണ്ട്. എങ്കിലും ചില ദിവസങ്ങളിൽ കണ്ടു കിട്ടാറുണ്ട്. പേരും നാളും ഒന്നും അറിയില്ല. പക്ഷെ ഇഷ്ടം കൂടിക്കൂടി വന്നു. ആദ്യ മാത്രയിൽ തന്നെ പ്രണയം തോന്നി. ഒരുപാട്. എനിക്കെന്തോ ഒരടുപ്പം പോലടി. നോട്ട് എഴുതുന്ന കൂട്ടത്തിൽ അടുത്തിരിക്കുന്ന നിത്യയോട് ഞാൻ പറഞ്ഞു. ആരോട്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഓട്ടോക്കാരൻ ചേട്ടൻ്റെ കാര്യം. ചുവപ്പ് കുറിയിട്ട അയാളോട്. ഓ അതോ? അത് സ്വാഭാവികമാണ് മോളെ. കാണാൻ കൊള്ളാവുന്ന ഒരു ചേട്ടനെ കണ്ടപ്പോൾ ഒരു സ്പാർക്ക് അടിച്ചു. അല്ലാണ്ടൊന്നുമില്ല. നിത്യ ഡബടലം പുച്ഛിച്ചു. ഇതങ്ങനെയൊന്നും അല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അവളെ സൂക്ഷിച്ചു നോക്കി. നീ പറയുന്നത് പോലെയല്ല. എനിക്ക് ലവ് ചെയ്യാൻ തോന്നുന്നു. ലൈഫ് പാർട്ട്ണർ ആക്കാൻ തോന്നുന്നു. ആഹാ, നീ കൊള്ളാലോടി കൊച്ചേ. നിത്യ അവളെ ഇക്കിളിയിട്ടു.
കിട്ടിയ അവസരം പാഴാക്കാതെ കളിയാക്കി കൊന്നു. ഡി, എനിക്ക് പേരൊന്നും അറിയില്ലടി, എല്ലാം കണ്ടുപിടിക്കണം. അന്ന് അച്ഛനോട് ചെമ്പൂരാണ് വീടെന്ന് പറഞ്ഞു. നീയും അവിടെ അടുത്തല്ലേ, നിനക്കൊന്ന് കണ്ടുപിടിച്ചൂടെ? പ്രതീക്ഷയോടെ അവളെ നോക്കി. ഞാൻ അവിടെ അല്ലാടി, കുറേ കൂടി പോകണം. എന്നാലും നിനക്കൊന്ന് ശ്രമിച്ചൂടെ പ്ലീസ്? അവസാന അടവെന്നോണം ഒന്ന് കെഞ്ചി നോക്കി. അതിൽ പെണ്ണ് വീണു. കണ്ടുപിടിക്കാൻ നേറ്റിട്ടുണ്ട്. 2 ദിവസം ഇനി ക്ലാസ്സില്ല, അതുകൊണ്ട് ടൈമുണ്ട്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഒത്തിരി സന്തോഷിച്ചു. ദൈവത്തോട് കുറേ പ്രാർത്ഥിച്ചു. നേർച്ചകളിട്ടു. ഒന്ന് നടന്നാൽ മതിയായിരുന്നു. പിറ്റേന്ന് നിത്യയെ വിളിച്ച് ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടിരുന്നു. സ്വൈര്യം കൊടുത്തില്ലെന്ന് പറയാം. വൈകുന്നേരം ചാറ്റ് ചെയ്യുമ്പോഴും ചോദിച്ചു, എന്തായി? ഒരു തേങ്ങയായില്ല, ഇനി ചോദിച്ചു വരരുത്, ഒക്കെ കണ്ടുപിടിക്കാൻ പറയിക്കും. നീ കിടന്ന് ഇങ്ങനെ പിടയ്ക്കാതെ, ഇതിനൊക്കെ ടൈം വേണം. അവളുടെ റിപ്ലൈ കണ്ട് പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല. കണ്ടുപിടിച്ച് വരട്ടെ, പ്രതീക്ഷയുണ്ട്, കൃഷ്ണൻ കാക്കും. ഞായറാഴ്ചയും ഒരു വിവരവും കിട്ടിയില്ല. ഈ നേരം വരെ വിളിച്ചിട്ടില്ല അവൾ. കാത്തിരിക്കുകയാണ്. അങ്ങോട്ട് വിളിക്കാൻ ഒരു പേടി. പെണ്ണ് കലിപ്പിലായാലോ? രാത്രി ബുക്കെടുത്ത് വെറുതെ നോക്കിയിരുന്നു. ആ പ്രതീക്ഷയും പോയി. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കിടക്കയിലേക്ക് ചാഞ്ഞു. തുരുതുരയെ നോട്ടിഫിക്കേഷൻ സൗണ്ട്. ഫോൺ എടുത്തു നോക്കി. നിത്തൂന്ന് സേവാക്കിയ നമ്പറിൽ നിന്നും 4 മെസ്സേജ്. പെട്ടെന്ന് ചാടി ഓണാക്കി. ഡി മോളെ, സക്സസ്. കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ നാളെ പറയാം. അമ്മ സീനാണ്, ഞാൻ ഫോൺ വെക്കാം, ബൈ. ഇത്രയും അയച്ച് അവൾ പോയി. സന്തോഷം കാരണം കണ്ണു നിറഞ്ഞു. ഡീന്ന് കുറേ മെസ്സേജ് അയച്ചെങ്കിലും അവൾ ഓൺലൈനിലില്ലായിരുന്നു. അറിയാതെ ഇനി സമാധാനം കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നീട് ഒരു കാത്തിരിപ്പായിരുന്നു നാളേക്കായിട്ട്.